പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ മാസം 21 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ ആരെക്കാളും അടുത്തറിയുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 17 വാക്യം. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുൾ ചെയ്തു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. യഹോവ മോശയോട് പറയുകയാണ്, നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, വിഷമത്തിലോ വേദനയിലോ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം എന്നെ തൊട്ടതുപോലെ ദൈവം നിങ്ങളെ തൊടും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നമ്മെ ആരെക്കാളും ഏറ്റവും അടുത്തറിഞ്ഞൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവിൽ ഈ പദം ഒന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ. ഇന്നലകളുടെ വേദനകളെ, ഇന്നലകളുടെ ദുഃഖത്തെ മാറ്റാൻ കഴിയുന്നവരാണ് എന്നെ അറിഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങണം. എൻ്റെ ഭാവി അറിയുന്ന, എൻ്റെ അടുത്ത മണിക്കൂറുകൾ അറിയുന്ന ആ വലിയവനായ ദൈവം എന്നെ ഏറ്റവും അടുത്തറിഞ്ഞിരിക്കുന്നു. ആ വലിയ ബന്ധത്തിലേക്കൊന്ന് വരാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം ദൈവമാകിയാൽ ഈ വചനം എന്നെ തൊട്ടെന്ന് പറയാൻ തക്കവണ്ണം നിങ്ങളൊന്ന് ഒരുങ്ങി ഈ വചനത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നാട്ടെ. ഇതാ, മറ്റാരെക്കാളും അധികമായി അവൻ എന്നെ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ അറിഞ്ഞവന് എൻ്റെ സന്തോഷം വലുതാണെന്ന് മനസ്സിലായാൽ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ സ്നേഹിതൻ നിങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി ആ സ്നേഹിതൻ പ്രയത്നിക്കുന്നു എങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചോറുന്നു, എൻ്റെ ദൈവം നിൻ്റെ ദുഃഖം ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ദൈവം നിൻ്റെ സങ്കടം ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ദൈവം നിൻ്റെ കഷ്ടപ്പാട്, രോഗത്തിൻ്റെ അനുഭവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ ഇതിനകത്ത് നിന്നെല്ലാം വിടുവിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ തക്കവണ്ണം ആക്കി തീർക്കുമെന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്ന് കൊണ്ടൊന്ന് ഒന്ന് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങണം. കാരണം എൻ്റെ ദൈവം മറ്റാരെക്കാളും അധികമായി എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 139 സങ്കീർത്തനം ശ്രദ്ധിക്കണം കേട്ടോ. 139 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. യഹോവേ, എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. 2 വാക്യം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. 3 വാക്യം, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. 4 വാക്യം, യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. ഈ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്ന ദൈവം, ഞാൻ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും അറിയുന്ന ദൈവം, എൻ്റെ വഴികൾ മുഴുവൻ അറിയുന്ന ദൈവം, എൻ്റെ വാക്കുകൾ മുഴുവൻ അറിയുന്ന ദൈവം, ഇത്രയും ആഴമായി എന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന്
ഈ പ്രഭാതത്തിൽ മനസ്സിലാകുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ വിഷമങ്ങളെ അറിയുന്നവൻ, നിന്റെ വേദനകൾ അറിയുന്നവൻ. ഞാൻ ആത്മാവിൽ ഇങ്ങനൊന്ന് പറയട്ടെ, എനിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട വാക്യങ്ങളൊന്നാണ്, അവൻ ആദ്യൻ മാത്രമല്ല, അവൻ അന്ത്യനും കൂടെയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അവൻ തുടക്കം മാത്രമല്ല, അവൻ ഒടുക്കം കൂടെയാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വിഷമങ്ങളുടെ നടുവിൽ, ഇന്ന് അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ നിങ്ങളെ അറിയുന്നവൻ ഒരു അത്ഭുത വാതിൽ തുറക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ആ പ്രതീക്ഷ കൈവിടാതെ കർത്താവിനൊന്ന് ഈ പ്രഭാതത്തിൽ നന്ദി പറയാൻ തയ്യാറാകണം. എൻ്റെ കർത്താവ് ആരെക്കാളും അധികമായി എന്നെ അറിയുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടെ നിങ്ങൾ ആഴമായി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഈ 139 അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. 16 വാക്യം, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഈ 2 വാക്യങ്ങളിലൂടെ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്റെ കണ്ണെന്നെ കണ്ടു എങ്കിൽ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചേ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രശ്നവും നമ്മൾ ഈ കടന്നു പോകുന്ന വേദനയും വിഷമങ്ങളും ഒന്നും അറിയാത്തവനല്ല. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ്റെ കണ്ണുകൾ എന്നെ കണ്ടുവെങ്കിൽ, അവൻ്റെ പുസ്തകത്തിനകത്ത് എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ ജോലിയിൽ ടെർമിനേഷൻ ലെറ്റർ കിട്ടിയവരുണ്ടാകാം, അല്ലെങ്കിൽ ഹല്ലേലൂയ മെമ്മോ കിട്ടിയവരെന്നെ കേൾക്കുന്നുണ്ടാകാം, ബിസിനസ് തകർന്നു പോലെ എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടാകാം, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് കിട്ടിയിട്ട് നിൽക്കുന്നവരുണ്ടാകാം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ ആശുപത്രിയിൽ ഇനി കൊണ്ടുവരണ്ട, നിങ്ങളുടെ പേര് വെട്ടി എന്നുള്ള നിലയിൽ ആശുപത്രിയിൽ നിങ്ങളെ പറഞ്ഞു വിട്ട അനുഭവത്തിലാണെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആ പുസ്തകങ്ങളെല്ലാം നിങ്ങളുടെ പേര് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞാലും അവൻ്റെ പുസ്തകത്തിനകത്ത് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും തെളിവായി എഴുതിയിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. ഈ ലോകത്തിലെ എല്ലാം അടഞ്ഞാലും ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം അത്ഭുതമാണെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷയ്ക്ക് നിന്റെ ജീവിതത്തിനകത്ത് പുതിയത് ചിലത് തുറന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലുള്ളവർ പറയുന്നതെല്ലാം മാറ്റി പറയേണ്ടി വരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇങ്ങനൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ നോക്കേ, അറിയാം, കാട്ടിൽ കിടക്കുന്ന ദാവീദിനെ തൻ്റെ അപ്പൻ ഇശായി ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നത്, ഒരുത്തനും കൊണ്ടുള്ള അവൻ കാട്ടിലാണ് കിടക്കുന്നത്, അവൻ ആ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുക, ബാക്കി എല്ലാവരെയും നിർത്തിയിട്ടും അവർക്കൊന്നും യോഗ്യതയില്ലെന്ന് പറയുമ്പോൾ അപ്പൻ കാണാത്ത, സഹോദരന്മാർ കാണാത്ത ഒരനുഭവം എൻ്റെ ദൈവം കാണുകയാണ്. ഇതാ പ്രവാചകൻ ശമൂവേൽ വിളിച്ചു പറയാണ്, അവനെ വിളിച്ചു വരുത്തിയിട്ടല്ലാതെ നാം പന്തിക്കിരിക്കത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ നിങ്ങളെ കണ്ട, നിങ്ങളുടെ വിഷമം കണ്ട, നിങ്ങളെക്കുറിച്ച് പറഞ്ഞവർ മാറ്റി പറയേണ്ട ദിവസങ്ങൾ വരും. കാരണം എന്നെ കണ്ട ഒരു ദൈവമുണ്ട്, എന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഒന്നുകൂടെ ഒന്ന് ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാകും. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഈ വാക്യം എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞൊരു ദൈവം, എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഒരു ദൈവം. ഈ നിലയിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം ഒന്നുകൊണ്ട് പറയാം. എനിക്ക് 2 മക്കളാണുള്ളത്. ഇളയ മകള് എപ്പോഴും എന്നോടും എൻ്റെ വൈഫിനോടും അവളുടേത് മാത്രമാണെന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മൂത്ത മകനോട് പറയും, എൻ്റെതാ അപ്പ, എൻ്റെതാ അമ്മ എന്നുള്ള നിലയിൽ അവൾ സംസാരിക്കാറുണ്ട്. എന്നാൽ മൂത്ത മകൻ അവളോട് പറയുന്നത്, നീ കാണുന്നതിന് മുമ്പേ പപ്പായെ ഞാൻ കണ്ടതാ, നീ കാണുന്നതിന് മുമ്പേ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ നിലയിൽ പറയുമ്പോൾ എൻ്റെ വൈഫ് പറയുന്നത്, നിങ്ങൾ കാണുന്നതിനേക്കാളും 2 വർഷത്തിന് കൂടുതൽ എനിക്കറിവുണ്ട് നിങ്ങളുടെ പപ്പായെ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ നിലയിൽ പറയുമ്പോൾ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്തല്ല എൻ്റെ അമ്മ പറയുന്നത്, നിങ്ങൾ ആരും അറിയുന്നതിനേക്കാളും എൻ്റെ ഉദരത്തിൽ ഇവൻ കിടക്കുന്ന സമയം മുതൽ എന്നെ ഒത്തിരി വിഷമിപ്പിച്ചവനാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയണം ഹല്ലേലൂയ. എൻ്റെ അമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാണ്, എൻ്റെ ദൈവം പറയുന്നു, സ്കാനിങ് മെഷീൻ അറിയുന്നതിന് മുമ്പേ, ഡോക്ടർ അറിയുന്നതിന് മുമ്പേ, നിൻ്റെ അമ്മ അറിയുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ആ പേര് ചൊല്ലി വിളിച്ചത് ഇന്നലകളല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ എന്നെ അറിഞ്ഞിരിക്കുകയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ ക്രിസ്തു യേശുവിനെ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ വലിപ്പം നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ, ഒരു കൂട്ടത്തിൽ നിന്നും ഒന്നിനെ സെലക്ട് ചെയ്യുന്നതിനാണ് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ ചെന്ന് അവിടെ നിന്ന് ഒരു ഷർട്ടോ ഒരു സാരിയോ നിങ്ങൾ എടുക്കുന്നത്, ഒന്ന് കണ്ടിട്ട് അതൊന്നും എടുത്തുകൊണ്ട് പോകുകയല്ല. 100 കണക്കിന് സാരി അല്ലെങ്കിൽ ഷർട്ട് നോക്കിയിട്ട്
അതിനകത്തുനിന്ന് ഒന്നിനെ നിങ്ങൾ സെലക്ട് ചെയ്യാണ്. ഇതേപോലെ ക്രിസ്തുയേശുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് എന്നോട് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, ആരെക്കാളും അധികമായി ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ആ അടുത്തറിഞ്ഞു എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ 91 സങ്കീർത്തനം 14 വാക്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് അടുത്തിരിക്കാം. കർത്താവേ, എൻ്റെ വിഷമങ്ങൾ അറിയുന്നവൻ, എൻ്റെ വേദനകൾ അറിയുന്നവൻ, എൻ്റെ നിന്നെ അറിയുന്നവൻ, എൻ്റെ നിരാശ അറിയുന്നവൻ, ഇപ്പോൾ ഇതിനെയെല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്നവനാണ് അങ്ങെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. ആ നിലകളിൽ ഇപ്പോൾ എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും ആ കർത്താവിൻ്റെ പാദപീഠത്തിലോട്ട്, കർത്താവിൻ്റെ അടുക്കിലേക്കൊന്ന് അടുത്ത് വരാൻ പറ്റുമെങ്കിൽ എല്ലാ ലോകത്തിലുള്ള വിഷയങ്ങളെ ജയിക്കാൻ കഴിയുന്നവൻ നിന്നെ കരം പിടിച്ച് ജയിപ്പിക്കാൻ പോവുകയാണ്. ആരെക്കാളും അധികമായി എന്നെ അടുത്തറിയുന്നവൻ. കണ്ണുകൊള്ളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്കായി ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചവൻ, ഞങ്ങളുടെ അവസ്ഥ അറിയുന്നവൻ, ഇതാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. കർത്താവേ, ഓരോ മക്കൾക്ക് വേണ്ടിയും അത്ഭുത വഴികൾ തുറക്കട്ടെ, അടഞ്ഞത് തുറന്നു വരട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഇവർ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നേരിട്ട് പ്രയർ ലൈൻ വിളിക്കാൻ കഴിയും. അതുപോലെ സന്തോഷ വാർത്ത എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ആയിരങ്ങൾക്ക് അതൊരു വിടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരണം. ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെട്ട് മാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.